പൂച്ച. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കും ബീമാരി പണി കാണിക്കലെന്ന്. ഹലോ ഹലോ, അവിടുന്നല്ല, പിന്നെ ഇവിടുന്ന. ഇവിടുന്ന് മതിയായിരുന്നു. അതെ, സച്ചിൻ എങ്ങനെയുണ്ടെന്ന് അറിയാമോ? അയ്യോ എന്തു പറ്റി? ബാറ്റിന് ആരെങ്കിലും തലക്കടിച്ചാ? അയ്യോ അതല്ല, എന്റെ പൂച്ച ക്യാറ്റ് സച്ചിൻ. പൂച്ചയുടെ പേരാണോ സച്ചിൻ? അതൊക്കെ എനിക്ക് ഇവിടെ അറിയത്തില്ല. അതൊക്കെ പോയി അകത്ത് ജോലി. എനിക്ക് ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്. വേണ്ട, ആ കിടക്കുന്ന ട്രക്കി വരെ ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് കഴുകിയിട്ടത്. അപ്പൊ ഇതാരാ വർക്കിയോ? അയ്യോ ടർക്കി. പിന്നെ അവിടെ കൊണ്ട് വിരിച്ചത് എന്തുവായിരുന്നു? ഭഗവാനേ, രാജു സാറിന്റെ വീട്ടിലെ പൂടപ്പട്ടി. ചുമ്മാതല്ല, 1.5 മണിക്കൂർ ഞാൻ തേച്ചൊരച്ചിട്ടും ആ കറുത്ത റൗണ്ട് പുള്ളി പോവാത്തത്. അതെന്തായിരുന്നു ആ കറുത്ത പുള്ളി? മൂക്കായിരുന്നു ആ കറുത്ത പുള്ളി. എന്റെ പേരെങ്ങനെ മനസ്സിലായി ബാബു എന്നാണെന്ന്? അതല്ല, ഞാൻ കൊളോക്കലി. എന്തപ്പോ രാവിലെ ഇങ്ങോട്ട് കയറി വന്നത്? എന്റെ പൂച്ചക്ക് ഒരു ഇതുണ്ടായിരുന്നു. അത് എല്ലാ പൂച്ചയ്ക്കും ഒരു ഇതുണ്ട്. അതല്ല, ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്തസുഖം? അയ്യോ, ഇതിന്ന് സൗണ്ട് പുറത്തോട്ട് വരാൻ ഞാൻ എന്തോ ചെയ്യണം? ഗ്യാസായിരുന്നോ? അതെനിക്ക് പൂച്ചയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്തുവാ? സടങ്കോ? സങ്കടം കൊണ്ടാ വെളിയിലോട്ട് വരുന്നില്ല. ഇപ്പം വെളിയിലോട്ട് വരുന്നല്ല പറ. പപ്പ നാളെ വരും. മൂക്കിനകത്തുന്നോ? മുഖാണ്ടയോ? അയ്യോ, ഉഗാണ്ടേന്ന്. വരട്ടെ, നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാ ഈ പൂച്ച പപ്പ സമ്മാനമായിട്ട് തന്നതാ ബർത്ത്ഡേക്ക്. മിനിമോക്ക്. ആരായി മിനിമോള്? ഞാനായി മിനിമോള്. വെറും മിനിമോൾ അല്ല കേട്ടോ, കേറ്റി മിനിമോൾ. വെറും കേറ്റി മിനിമോൾ അല്ല കേട്ടോ, മൂക്ക് വലിച്ചു കയറ്റി മിനിമോൾ. എത്ര നാളായിട്ട് ഇവിടെ ഇരിക്കുന്നു? യോ, ഇപ്പൊ ഇങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. ആരോടും ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. അയ്യോ അതല്ല, യുവർ ജോബ്. ഈ ജോബ് എന്ന് പറഞ്ഞാ എന്താ? ജോലി. ജോലിയോ? നേരത്തെ അച്ഛനായിരുന്നു. പൂച്ചയുടെയോ? അല്ല, നേരത്തെ അച്ഛനായിരുന്നു ഇവിടെ ജോലി. അച്ഛൻ മരിച്ച ഒഴിവിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ശങ്കർ തോട്ടത്തിൽ കേട്ടിട്ടുണ്ടോ? റബ്ബർ തോട്ടത്തിൽ എന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛന്റെ പേരാണ് ശങ്കർ. അപ്പൊ മേനക അമ്മയായിരുന്നു. എന്റെ അച്ഛനെ കളിയാക്കരുത്. ഇതുപോലെ കൈപ്പുണ്യമുള്ള ഒരു മനുഷ്യൻ വേറെ ഇവിടെ ഇല്ലായിരുന്നു. അറിയാവോ? ഏത് രോഗി വന്നാലും എന്റെ അച്ഛൻ ഒന്ന് കൈ വെച്ചാ മതി, വെച്ചടം കുറയും. എന്നാ ആ കൈ എടുത്ത് ഇവിടോട്ടൊന്ന് വെപ്പിക്കാത്ത എന്താ? ഇതൊന്ന് കുറഞ്ഞു കിട്ടിയനെ. ടെൻഷനാണെന്ന്. ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എത്ര മൃഗങ്ങളാണ് കൊണ്ടുവരുന്നത് അറിയാമോ? അതുകൊണ്ടാ. അതിനെ എല്ലാം എടുത്ത് ഇയാൾ വിഴുങ്ങുമായിരുന്നു. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ടെൻഷൻ ടെൻഷൻ. ഉദാഹരണത്തിന് ഇന്നലെ തന്നെ എന്റെ വീട്ടിലെ പട്ടി ഈ ടിവിയുടെ റിമോട്ട് എടുത്തങ്ങ് വിഴുങ്ങി. എന്നിട്ട് ഇട്ടില്ല, ഇപ്പോഴും വയറ്റിൽ തന്നെ കിടപ്പുണ്ട്. അതല്ല, എന്നിട്ട് ഇത് വിഴുങ്ങിയതിനു ശേഷം വീട്ടിൽ കോമഡി ഷോ വെച്ച് കഴിഞ്ഞാ ഈ പട്ടി കിണുകിണാന്ന് ചിരിക്കും. സീരിയൽ വെച്ച് കഴിഞ്ഞാ മണമണാന്ന് കരയും. അപ്പൊ ഫാഷൻ ചാനൽ വെച്ച് കൊടുക്കരുത്. അതെന്താ? പട്ടി തൊലി ഉരിച്ചിട്ടിട്ട് കിണുകിണാന്ന് നടക്കും. കൊള്ളാം 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 കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഒരു കാര്യം പറട്ടെ, സച്ചിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണിച്ചു തരാം. സുരേന്ദ്രൻ ചേട്ടൻ വരട്ടെ. സുരേന്ദ്രൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. അതല്ല, നിങ്ങൾ ഈ പട്ടി പൂച്ചയായിട്ടൊക്കെ മിങ്കിളാകുന്ന ആളല്ലേ? ആവശ്യം പറയരുത്. ഇത്ര നേരം നിങ്ങൾ പറയാനല്ല ഞാൻ കേട്ടോണ്ടിരുന്നു. എന്റെ പിള്ളേരെ പോലാണ് ഞാൻ ഈ മൃഗങ്ങളെയൊക്കെ നോക്കുന്നത്, അറിയല്ലേ? അതെ. കറണ്ടും പോയോ? അതെ, മിങ്കിളെന്ന് പറഞ്ഞാലേ ഇടപഴകുന്ന ആളല്ലേന്ന്. എത്ര തവണ എവിടെയൊക്കെ വെച്ച് അത് ക്ലിയർ ആയിട്ട് പറയല്ലായിരുന്നോ? അതുകൊണ്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പൂച്ച പാട്ട് പാടുമ്പോണ്ടല്ലോ, ഇങ്ങനെ വാലിങ്ങനെ പൊക്കുവാ പൊക്കുവാ പൊക്കുവാ, എന്തോ ചെയ്യണം? ഇതാരാ പാട്ട് പാടുന്നത്? ഞാനാ. അപ്പൊ പൂച്ചയ്ക്ക് മുണ്ടുപൊക്കി കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് വാലുപൊക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇതിനു മുമ്പ് വേറൊരു പൂച്ച ഉണ്ടായിരുന്നു. പിന്നെ മിൻമിനി. അത് നമ്മൾ അടുക്കളയിലെ മേടിയിരിക്കുന്ന സാധനമില്ലേ? അത് ചിമ്മിനി. പുള്ളിയുടെ മെയിൻ എന്ന് പറഞ്ഞ ബുദ്ധിയായിരുന്നു. ഭയങ്കര ബുദ്ധി. പിന്നെ ഒന്ന് കേക്കട്ടെ. ഒരു ദിവസം ഞാനും മിൻമിനിയുടെ ഇരുന്ന് നിക്കറി ഷോ കാണുമായിരുന്നു. നിക്കറി ഷോയോ? ഈ പാചകം കുക്കറി ഷോ. അത് കണ്ടോണ്ടിരുന്നപ്പം പെട്ടെന്ന് മീൻ പൊരിച്ചത് കാണിച്ചു. ഈ പൂച്ച ചാടി ടിവിക്ക് എത്തലും കേറി.
എന്നിട്ട് മീൻ പിടിച്ചത് കിട്ടിയാ? ഇല്ല, പൂച്ചയെ പൊരിച്ചത് കിട്ടി. കൊള്ളാം കൊള്ളാം, അത്രയ്ക്ക് ബുദ്ധിയായിരുന്നു പൂച്ചക്കില്ലേ. കൊള്ളാം കൊള്ളാം. അതെ, അച്ഛനെ ഒന്ന് കാണിക്കാവോ? ചേടാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സുരേന്ദ്രൻ ചേട്ടൻ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് കാണിച്ചു തരാം. അല്ല എനിക്ക് വേറൊരു സംശയം. ഇതുപോലുള്ള ജാടത്തെണ്ടികൾ സാധാരണ പട്ടിയും കൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇത്രയും ജാട കൊണ്ടായിട്ട് എന്താണ് പൂച്ചയും കൊണ്ടുവന്നത്? ഞാനും പൂച്ചയും തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണുള്ളത്. ഒരു ദിവസം വന്ന് എന്റെ അമ്മായിമ്മ കിണറിന്റെ അവിടെ തലയും തല്ലി താഴെ വീണു. സച്ചിൻ പൂച്ച ഓടിച്ചെന്ന് അത് എന്നെ വിളിച്ച് കാണിച്ചു. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച. അമ്മായിമ്മ ജീവൻ രക്ഷിച്ചോണ്ടായിരിക്കും. വേറെ ആരെയും വിളിച്ചാണ് ആ സച്ചിൻ പൂച്ച അതിനെ കാണിച്ചിരുന്നെങ്കിൽ ആ അമ്മ ഇന്നും ജീവനോടെ കണ്ടേനെ. കറക്റ്റ് സമയത്ത് എന്നെ കാണിച്ചത് കൊണ്ട് നാളെ അമ്മയുടെ 3ാമത്തെ ആണ്ട. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച. അമ്മാവി അമ്മയും കൊന്നേച്ച് വന്ന് നിൽക്കുവല്ലേ? അതെ, സച്ചിനെ ഒന്ന് കാണിച്ചു തരാവോ? ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ സുരേന്ദ്രൻ ചേട്ടൻ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കുറെ നേരം കൂടി ഇയാൾ സുരേന്ദ്രൻ ചേട്ടനെ കാണിക്കാൻ വരട്ടെന്ന് പറയുന്നു. ഇയാൾ കാണിച്ചാലും ഞാൻ കാണും. പിന്നെ സുരേന്ദ്രൻ ചേട്ടനല്ലേ അറിയാവൂ അതിനെ കുഴിച്ചിട്ടേക്കുന്ന എവിടാന്ന്? അല്ല സുരേന്ദ്രൻ ചേട്ടനല്ലേ അറിയാവോ അതിനെ കുഴിച്ചിട്ടേക്കുന്ന എവിടാന്ന്? പുള്ളി വരട്ടെ, അപ്പൊ കൊണ്ട് കാണിച്ചു തരും. അപ്പൊ എന്റെ പൂച്ച CAT അല്ല RIP. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇപ്പൊ നിങ്ങള് ഇവരുടെ സ്കിറ്റ് അല്ലേ കണ്ടത്, പക്ഷെ ഈ ചേച്ചിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കും, ചേച്ചി നന്നായിട്ട് പാട്ട് പാടും, കവിത എഴുതും. എന്തൊക്കെയാ ഇല്ലാത്ത എന്തൊക്കെയാ ഉണ്ടെന്നുള്ളത് നമ്മൾ ചോദിക്കണം. ഇല്ലേ ചേച്ചി? ഇവിടെ ഒരു മഴയുടെ ഒരു കവിത ഓൾറെഡി വൈറലായി, അത് നമുക്ക് പിന്നെ ഇവരെ കാണിക്കാം. പക്ഷെ ഇന്ന് ജങ്കാർ ടീമിന് വേണ്ടി ഒരു കവിത എഴുതിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എഴുതിയില്ല, മനസ്സിലുണ്ട്. അയ്യോ വന്നെന്നറിഞ്ഞ് പെട്ടെന്ന് 4 വരിയേ ഉള്ളൂ കേട്ടോ. ജങ്കാർ എന്നാൽ നിങ്ങൾ കരുതും വെള്ളത്തിലോടണ വണ്ടിയെന്ന്, പക്ഷെ മലയാള സിനിമയിൽ പുതുതായി എത്തിയ സൂപ്പർ സിനിമയല്ലോ. കമോൺ എവരിബഡി. ജങ്കാർ എന്നാൽ നിങ്ങൾ കരുതും വെള്ളത്തിലോടുന്ന വണ്ടിയെന്ന്, പക്ഷെ മലയാള സിനിമയിൽ പുതുതായി എത്തിയ സൂപ്പർ സിനിമയല്ലോ. നേരത്തെ ടെൻഷൻ എന്തായിരുന്നു അറിയോ? സ്കിറ്റിന്റെ ആയിരുന്നു. ഇപ്പൊ ഈ കവിതയും കൂടെ പാടി കഴിഞ്ഞപ്പോ ടെൻഷൻ കൂടി. ഇനി എന്തിന്റെയൊക്കെ കേൾക്കണം എന്നുള്ള രീതിയിലാണോ? ഇല്ല, കവിത അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞു. സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ശ്വേത ചേച്ചി എടുത്ത് ആദ്യം ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പെർഫോമൻസ്? സൂപ്പർ, വീണ്ടും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇനിയും കുറച്ചും കൂടി ശ്രദ്ധിക്കുക രണ്ടുപേരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സുരേഷിനെ കണ്ടു കഴിഞ്ഞാൽ പഴയ മേനോൻ ഡോക്ടർ വണ്ടിയുടെ ഡ്രൈവർ, പഴയ സിനിമയിലേക്ക് മേനോൻ ഡോക്ടർ വണ്ടിയുടെ ഡ്രൈവർ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ പെർഫോമൻസിൽ എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ബാറ്ററി ഓക്കെ. ₹35,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത തവണ 50,000 വേണം. ഓക്കെ കേട്ടോ ചേട്ടാ? പ്രോമിസ്? പ്രോമിസ്. ആ, എന്നാ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതാ പാവം.